നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ചോറ് വെച്ചിട്ട് എങ്ങനെയാണ് അടിപൊളി ഹൽവ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 200 ഗ്രാമോളം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം. ഒരു കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര നല്ല പോലെ ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കരയുടെ മധുരം എന്ന് പറയുന്നത് ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ ശർക്കര എടുക്കുന്നതിൽ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കാം കേട്ടോ. കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിത് നല്ല പോലെ ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് അരച്ചെടുക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഞാൻ ശർക്കര പാനി ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചോറ് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെന്ത ചോറ് എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പോളം ചോറാണ് 240 ml കപ്പിൽ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് 1 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഹൽവയ്ക്ക്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹൽവ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണോ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല നൈസ് പൊടി നോക്കിയിട്ട് വേണ്ടോ എടുക്കാൻ വേണ്ടി വറുത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചോറ് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചോറ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അരയാനുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോറിൻ്റെ വേവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരും കേട്ടോ. എന്നിട്ട് നല്ല പോലെ അരച്ച് കൊണ്ടുവരാം. ചോറ് ഇപ്പോൾ ഇതാ നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ചോറ് അരയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ അരയ്ക്കാം. അത് കഴിഞ്ഞ് പ്രയാസം തോന്നുകയാണെങ്കിൽ പിന്നീട് വെള്ളം ചേർത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ചോറ് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ നല്ലപോലെ ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ചോറൊക്കെ അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മളുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ അരിച്ചിട്ട് ഇതിൽ അഴുക്കൊക്കെ മാറ്റിയിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഞാൻ ശർക്കര പാനിയൊക്കെ നല്ലപോലെ അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ തീ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് പതുക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനിലാണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താലും മതിയാകും. അതായാലും കുഴപ്പമില്ല. അപ്പോൾ ചെറിയ തീയിലിരിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒഴിക്കുന്ന വഴിക്ക് അങ്ങ് കട്ട പിടിച്ച് പോകും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഹൽവയ്ക്ക്. അപ്പോൾ ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരമായിട്ട് വേണമെങ്കിൽ പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ സാധാ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. കുഴപ്പമില്ല അതിനൊന്നും. അപ്പോൾ ചോറൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതല്ലേ വീട്ടിൽ. അപ്പോൾ കുറച്ച് കൂടുതൽ ബാക്കി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഹൽവ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇനി ഇത് ഓരോ സമയം നമ്മൾ ഇങ്ങനെ വരട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ്. അപ്പോൾ ഒരുപാട് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഇത് നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പാകമാവുന്നത് വരേക്കും നമ്മൾ വരട്ടിയെടുക്കണം. അപ്പോൾ ഇതൊന്നും കൂടി തിക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഹൽവ ഒന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്.
1 ടീസ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇനി തൊട്ട് നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ നിങ്ങൾ കയ്യിൽ ഏത് പാത്രമാണോ അത് വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഉരുളിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അപ്പോൾ നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഇതൊന്നും കൂടി തിക്കായിട്ട് വരണം കേട്ടോ. ചട്ടിയിൽ നിന്ന് വിട്ടു വരുന്ന പരുവാണ് നമ്മുടെ ഹൽവയുടെ പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി നല്ല പോലെ തിക്കായിട്ട് വരട്ടെ. കുറച്ചുകൂടെ ഒന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതേപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഹൽവയ്ക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നട്ട്സ് ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, പച്ചയ്ക്ക് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതെല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ കൈലിമക്കോടെ തന്നെ എല്ലാ ഹൽവയും ഒരുമിച്ച് പോരുന്നത്. അതേപോലെ തന്നെ എണ്ണയും നല്ല പോലെ നമ്മുടെ നെയ്യൊക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് നല്ലപോലെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഹൽവയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ ചട്ടിയിൽ നിന്ന് നല്ല പോലെ വിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് വീണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു ടീസ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ടീസ്പൂൺ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ടീസ്പൂണുമേ തടവിയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും ഹൽവയുടെ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ല പോലെ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണം. നെയ്യൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രം സെറ്റ് ചെയ്യാൻ വെക്കുക. അതല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഉള്ളിങ്ങനെ കുളുകുളൂന്ന് വേവാത്ത പോലെ ഇരിക്കും. അപ്പോൾ അതൊരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇതാ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൽവ നല്ല പോലെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് വായിലേക്ക് ഇട്ട് അലിഞ്ഞു പോകുന്നൊരു പരുവാണ് കേട്ടോ ഈ ഹൽവയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹൽവ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ എപ്പോഴും നല്ല പോലെ ഹൽവ തണുത്തതിന് ശേഷം മാത്രം മുറിക്കാം കേട്ടോ. അപ്പോൾ സെറ്റ് ആവാണ്ട് മുറിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നല്ല മുറിക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഹൽവ ഞാനൊരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതേ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്